ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അഹ്ലിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. വേദിക്കലുള്ളേ ഊർക്കെല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട മുദർരിസ് ഉസ്താദ്, ഖതീബ് ഉസ്താദ്, സദർ ഉസ്താദ് അടങ്ങിയ ഉസ്താദുമാർ, ആഡളിത സമിതി അതിൻ്റെ കീഴ്ഘടകമായി പ്രവർത്തിക്കട്ടെ എനിക്കത്തെ എല്ലാ സംഘടനയുടെ നേതാക്കൾ, ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങൾ, സഹോദരികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും പൊരുത്തപ്പെട്ട സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തുർക്കൽക്കെ ഹയാത്തുൽ ഔലിയ ദർഗാ ഷരീഫുടെ ഉറൂസ് കാര്യക്രമത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെട്ട നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഉറൂസ് പരിപാടിയിലായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളു. ഇന്നലെ മദനിയ മജ്ലിസിന് ധാരാളം ആൾമാർ ഈ മജ്ലിസിൽ ഭാഗവഹിച്ചുള്ളാറ്. ഇന്ന് ഉറൂസായിട്ട് ഇൻഷാ അല്ലാഹ് നൗഫൽ സഖാഫി ഉസ്താദ് ഉടകെത്തിരി നാഷ്ടാക്കിക്കൊണ്ടുണ്ടു. അതിൽ പിന്നെ നല്ല അർത്ഥഗർഭിതമായ നല്ല ചുട്ടപ്പ കാണിക്കത്തെ നല്ല പളക്കവരണക്ക് സാമർത്ഥ്യമുള്ള കാണിക്കത്തൊരു തങ്ങളായിട്ട് മുത്തന്നൂർ തങ്ങൾ. നിങ്ങൾ എല്ലാവരും സാധാരണ യൂട്യൂബിലെല്ലാം കണ്ടിട്ടിക്കുവാറ്. നല്ല സ്പീച്ചാക്കിടേ, നല്ല ദുവറക്കിടേ, മനുഷ്യന്മാരെ നല്ല കയ്യിലാക്കണകൂ സാമർത്ഥ്യമുള്ള കണിക്കത്തെ തങ്ങളും പ്രാസംഗികനായ നൗഫൽ സഖാഫി ഉസ്താദും ഇൻഷാ അല്ലാഹ് വേദിക്കേ ബണ്ടാർ. ഞങ്ങളെ മൂർഗോളി റേഞ്ചിലെ വ്യാപ്തിയിലുള്ള കണിക്കത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ജാഗയായിട്ട് ഈ തുർക്കൽക്ക് ഏത് വിഷയത്തും കീഴിൽ എലിയോണുണ്ടില്ല. റോഡിലിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഗാഡി കൊണ്ടുവരണ പാട്ട്, പെണ്ണു നോക്കണ പാട്ട്, ഇനി കർപ്പുഞ്ചി പെറണ പാട്ട്, ഇനി പെത്തഞ്ചിട്ട് പറട്ട്, എപ്പോ വേണമെങ്കിലും ആവട്ടെ. ഞങ്ങളെ ഭാഗത്തിൽ ആശ്രയിക്കണമില്ല കണിക്കത്തെ അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കന്മാരുള്ളൊരു ജാഗയായിട്ട് ഈ ജാഗ. ധാരാളം ആൾമാർ അങ്ങങ്ങ അനുഭവിച്ച കണിക്കത്തെ ധാരാളം കറാമത്തുകൾ ചമ്മ ആൾമാർ ചമ്മ നിലയ്ക്ക് ചെല്ലാർ. പക്ഷേ എല്ലാ ജാഗയിലും ഉറൂസ് നടന്നുകൊണ്ടു. ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കിയെങ്കിൽ എത്ര ജാഗയിൽ ഉറൂസ് നടന്നുകൊണ്ടുണ്ടോ ചൊന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കണം ആവും. കാരണം ഉറൂസ് ചൊന്നിട്ട് കണ്ടെങ്കിൽ ദർഗുള്ള ജാഗയിൽ മാത്രം ഉറൂസ് നടക്കണേ. ആ ദർഗ ധർമ്മത്തെ ഇങ്ങനെ കബർ എത്ര ആക്കിയിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് പൈസ കൊടുക്കുള്ളൊരു പരിപാടിയൊന്നും അല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെ എല്ലാരും പടച്ചോൺ ഇഷ്ടവെച്ചത്. ഇങ്ങ പടച്ചോണ്ടെ ഇഷ്ടാക്കിട്ടാകുമ്പത്തുക്ക് പടച്ചോൺ ആപ്പറ ഇങ്ങളെ ഇഷ്ടാക്കിയ റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു അങ്ങനെ തൃപ്തിപ്പെട്ട ഇങ്ങ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ആ നിലക്കാകുമ്പോ നിങ്ങൾ കേട്ടിട്ടിക്കുവാർ ഇടയ്ക്ക് ഖബറുകൾക്ക് ഔലിയാക്കന്മാരെ മയ്യത്ത് കൊണ്ടുപോയിട്ട് വെച്ചേണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ഖബർ മണ്ണായിട്ട് പോണില്ലാണ്ട് ചൊല്ലേക്ക് ഏറ്റവും വലിയൊരു തെളിവാണ്. ഇതിനിടയ്ക്ക് ചെറുവത്തൂർ ഉസ്താദിന്റെ മക്ബറ, മടവൂർ സിയാറത്ത് പോണ്ട ആൾമാർ എല്ലാവരും ആ ചെറുവത്തൂർ പള്ളിയുടെ സൈഡിൽ ഗാഡി നിപ്പാട്ടിട്ട് റപ്പ അവിടെ ചവിട്ടോടെ പത്തിട്ട് ഞങ്ങൾ ആ ദർഗത്ത് സിയാറത്താക്കിട്ട് പോയോണ്ടിരുന്നു.
ರೋಡ್ ಬರ್ಮತ್ತು ಆ ಮಕ್ಬರ ಉಂಟೆ ಪೋಂಡುಂಟೈತು അപ്പമേ ആ മക്ബറ ആ കബറിലുള്ള മയ്യത്തിനെ മാത്രം എടുത്തിരല്ല, ആധുനിക ടെക്നോളജി അനുസരിച്ചിട്ട് ആ മയ്യത്തുള്ള കണിക്കത്തെ ആ കബറിനെ ആ ജാഗിടമേ എടുത്തിട്ട് പിന്നൊരു മോത്തുക്ക് ഷിഫ്റ്റ് ആക്കിട്ടാകുമ്പോ ആ മഹാൻ മറപ്പെട്ട് കിടന്ന കണിക്കത്തെ ആ ജാഗിടെ സ്മെല്ല് ആ ഒരു മണെടുക്കൊണു ശ്വസിക്കൊണു നാണാ റായത്തെ ആൾമാർ ബന്നറുണ്ട് ചൊല്ലതായിട്ടിക്കിട് നമുക്ക് ഓതണുകും കേൾക്കണുകും സാധ്യ എനിക്കത്തെ വിഷയം. ഔലിയാക്കന്മാർ മണ്ണായി പോണ്ടാറ് അങ്ങനത്തെ പോയിട്ട് എന്തിനേക്ക് കേക്കിടേ അങ്ങനെ അവിടെ ഭാര്യ കഷ്ടത്തിലുള്ളല്ലേ ചൊന്നിട്ടാറും ചൊല്ലറുണ്ട് കണ്ടെങ്കില് അത് ഒരു മൊണ്ടുവാദത്തങ്ങ അങ്ക ആവശ്യമുള്ള സമയത്ത് അങ്ങ പേണായകണിക്ക് ബയാനാക്കിയിട്ട് അങ്ങനെ പേലെ പേപ്പാട്ടൊണുകു അങ്ങ ചില വാക്കുകൾ പ്രദർശിപ്പിക്കിടുണ്ടത്തനല്ലാണ്ട് ഈമാനുള്ള മനുഷ്യന്മാർ, ഈമാനുള്ള ആൾമാർ, മുഅ്മിനീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങ് എപ്പോഴും ഹയാത്തുള്ളവരാണ്. പരിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ഹയാത്തുള്ളവരാണ്. എന്നിട്ട് അങ്ങക്ക് ഒരു പേടിമില്ല. അവളവിടെ ഒരു ഖബറടക്കിട ആള് ഒരു മയ്യത്തിനെ കൊമ്പോയിട്ട് ഖബറിൽ വയ്ക്കുമ്പോ ഞങ്ങളെ മനസ്സിലാവൂ, അല്ലാ അല്ലാ ഈ ഖബറിനെ എണി മൂടുകല്ല് വെച്ചിട്ടായാൽ പിന്നെ ആ മയ്യത്തിന്റെ പരിസ്ഥിതി എന്തായിട്ട് ഇത്തരത്തോളാക്കിയ നല്ലതും പെടക്കും. ഞങ്ങളെ ഓതി പഠിച്ചതും കേട്ട പോലെ ഞങ്ങളെല്ലാരും ഈ ഖബറിന്റെ 7 പജ്ജ ഇങ്ങനെ പിരിഞ്ഞിട്ട് പോകുമ്പോ മുങ്കർ നക്കീറുണ്ട് ചൊല്ല ജണ്ട് മലക്കിപ്പ ബർലേ വന്നിട്ട് അവിടെ അങ്ങോട്ട് ചോദ്യം കേക്കലേ പരിസ്ഥിതി എന്തിനായിട്ട് ഇക്കോട്ട് ചോദിച്ചിട്ട് ഖബറിന്റെ ചുറ്റുള്ള നിന്റെ കണിക്കത്തെ ഞങ്ങളെ മനസ്സില് അങ്ങനെ ആവിടോട്ട് കണ്ടെങ്കില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കൊരു പേടിയുമില്ല, ഒരു ബേജാറുമില്ല, ഒരു വിഷമമില്ല, ബുദ്ധിമുട്ടില്ല. റാഹത്തിലങ്ങ് കിടന്നോണ്ടുള്ളാറ് അങ്ങനെ റാഹത്തായിട്ട് ഇക്കടൂടെ ഇങ്ങനെ കൂടിയിട്ടില്ല. അങ്ങനെ പേരില് സന്തോഷിക്കിട കണിക്കത്തെ ഉറൂസ് സമാരംഭ നടത്തിര കണിക്കത്തെ ഇത്രയും വലിയ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും അങ്ങയുടെ ഹയാത്തുള്ളത് കൊണ്ടായിട്ട് ഇക്കട നിങ്ങൾക്ക് ഇത്ര സന്തോഷമുള്ളേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജണ്ട് കാരണം എന്ത്? അല്ലദീന ആമനൂ വക്കാനൂ യത്തഖൂൻ. അങ്ങ് നല്ല അടിയുറച്ച വിശ്വാസമുള്ള ആൾമാരായിട്ട് ഇന്നിറങ്ങാം. ചേർലിട്ട കമ്പകണിക്കത്തെ ഈമാനായിട്ട് നില്ലങ്ങളിത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് ചൊന്നിട്ടാകുമ്പോ അത് ശരിയിട്ട് ഞങ്ങളെ മനസ്സിൽ കാണ്ട് നല്ല വിശ്വാസ ഉറപ്പുള്ള കണിക്കത്തെ ഞങ്ങൾക്ക് കൂടി ആരെങ്കിലും എന്തെങ്കിലും ഒരു മുണ്ടുവാദമാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യുക്തിവാദമാ അല്ലെങ്കിൽ നാസ്തികവാദമാ കൊമ്പന്നിട്ട് ഞങ്ങളെ മുന്നുള്ള ചൊല്ലുമ്പോ ചിലപ്പോ ഞങ്ങൾക്കത് ശരീരം ചൊന്നിട്ട് കണ്ടുപണ്ടെങ്കില് അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ ആ ഈമാന് ആഡ്ര ഗണിക്കത്തെ ബറക്കിട ഗണിക്കത്തെ ചിതറ ഗണിക്കത്തെ ഒരു വ്യവസ്ഥ അങ്ങ് ദുനിയാവില് വന്നിട്ടില്ല. കാരണം എന്തേലും ചൊന്നിട്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അല്ലദീന ആമനൂ അങ്ങ് നല്ല അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള ഗണിക്കത്തെ ആൾമാരായിട്ടിക്കിട് വക്കാനൂ യത്തഖൂൻ. അള്ളാഹുടെ വിശ്വാസം ഉള്ളതോടുകൂടെ ഈ ദുനിയാവിൽ പടച്ചോണ്ട് പേടിച്ചിട്ട് നല്ല ജീവിച്ചാറ്. പടച്ചോണ് യന്ത്ര പടിപ്പാറ്റാണ് അതനുസരിച്ചിട്ടങ്ങ് നടന്നാറ്. യന്ത്ര ആക്കണ്ടാൻ ചൊന്നിട്ട് അവൈഡാക്കണു ചൊന്നാണ് അതിലെല്ലാം അങ്ങ് ദൂറാക്കിട്ട് മൂലകാക്കിട്ട് പടച്ചോണുക്ക് തൃപ്തിപ്പെട്ട ആൾമാരായിട്ട് ജീവിക്കുമ്പോ അങ്ങക്ക് ഖബറിൽ യാതൊരു പേടിയുമില്ല. ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഫസ്റ്റ് കയറ്റം അഫ്ളലായ ആൾമാർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളാണ് ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ആൾമാർ. നിങ്ങൾ നോക്കരുക ഓരോ ആൾമാർക്ക് സ്റ്റാൻഡേർഡ് ഭാര്യ ആരെക്കുറി ഉണ്ടോ? ഇവിടെ ഇപ്പൊ ബഹുമാനപ്പെട്ട കറായ ഉസ്താദ് ഖാസിം ഉസ്താദ് ഉണ്ടോ? അതേ സമയത്ത് ബാക്കിയുള്ള ആലിമീങ്ങൾ ഈ മജ്ലിസിലുള്ളാറ് എല്ലാരും ഒരേ ഗ്രേഡിലുള്ള ഗണിക്കത്തെ ആൾമാരല്ല. യാറെ കൊറോടി അങ്ങനെ ഇൽമുളു അങ്ങനെ വേറെയുള്ള വ്യവസ്ഥയില് അങ്ങനെ പാണ്ഡിത്യത്തിൽ അങ്ങ് യാറെ കൊറോടി ഉള്ളവരുണ്ട് കണ്ടെങ്കില് അള്ളാന്റെ ഔലിയാക്കന്മാർ അങ്ങനെ ഈമാന്റെ തൂക്കനുസരിച്ചിട്ട് അങ്ങനെ സ്വഭാവത്തിന്റെ തൂക്കനുസരിച്ചിട്ട് അങ്ങനെ തഖ്വയുടെ തൂക്കനുസരിച്ചിട്ട് അങ്ങ് യാറെ കൊറോടി അങ്ങനെ ഗ്രേഡ് യാറെ കൊറോടി ആവിടൂ.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങളിങ്ങ നാലാലും ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആൾമാരല്ലേ. എന്നാൽ ലൗ കാന നബിയ്യും മിൻ ബഅദി, നണ്ടിൽ പിന്നെ ഒരു നബിയായിട്ടൂടെ പണ്ടൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടെങ്കില് അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ നബിയായിട്ട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെക്സ്റ്റ് ബാബിലൊരു നബിയാമണു താക്കത്തുള്ള കണിക്കത്തൊരാളുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ചൊന്നിട്ട് വിശേഷിപ്പിക്കപ്പെട്ട കണിക്കത്തെ മഹാൻ. നിങ്ങൾക്ക് വിഷയകുന്തുണ്ട മക്ക രാജ്യത്തെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കിയാർ. നേരെ മദീനത്ത് നബി തങ്ങൾ പോയിട്ട് അങ്ങനെ കുറെ ആൾമാരെ വിളിച്ചോണ്ട് ഉംറ നിർവഹിക്കണു വേണായിട്ട് മക്കത്തുക വന്നിട്ടാകുമ്പോത്തുക മക്കത്തുക കടക്കൊണുക ബുടനായിട്ട് ചൊല്ലൊരു ന്യൂസ് കിട്ടിയപ്പ ഹുദൈബിയാണ്ട് ചൊല്ലൊരു ജാഗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇൽഞ്ഞാർ. അവിടെ ഇഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അപ്പുറത്തെ മോത്തെ ഇന്റലിജൻസ് ബ്യൂറോകളായിട്ട് കുറെ ആൾമാരുടെ മുണ്ടണുക വേണായിട്ട് വന്നിട്ട് കോൺപ്രമൈസ് കൊത്താറ്. ഈ വർഷം അങ്ങനെ തെച്ചിട്ടൊരു പഞ്ചായത്തിക്ക് നടന്നു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്ക മുശ്രിക്കീങ്ങളും അങ്ങനെ എന്തിനെ ആ പഞ്ചായത്തികളായ കൊന്തുണ്ട് നിങ്ങൾക്ക് എല്ലാ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വിരുദ്ധമായ തീരുമാനങ്ങളായിട്ടുണ്ട്. നബി തങ്ങളിട്ട് അങ്ങ് ചൊന്നാറ് ഈ വർഷം നിങ്ങൾ ഊട്ട് തിരിച്ചു പോണോ നെക്സ്റ്റ് വർഷം പറഞ്ഞോ. നബി തങ്ങളാവോണ്ട് ചൊന്നിട്ടോ പിന്നെ ചൊന്നാറ് മക്കത്തെ ആരെങ്കിലും മദീനത്തേക്ക് ബന്നറിട്ട് കണ്ട ആ സ്പോട്ടിലൂടെ തിരിച്ചു കിടത്തണോ. അതേ സമയത്ത് മദീനത്തെ ആരെങ്കിലും മക്കത്തേക്ക് ബന്നാട്ട് കണ്ടെങ്കിൽ നിങ്ങൾ വിടലേ. അങ്ങനെ ഒരുപാട് അജണ്ടകൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തും തലകുൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് സ്വഹാബാക്കൾക്ക് ഭാരി ബേജാറായി പോയിട്ട് കാരണം എന്ത് കൊണ്ടുണ്ടാ എല്ലാം നബി തങ്ങ അങ്ങ ചൊന്ന് കണിക്കുമേ കേട്ടിട്ട് അങ്ങനെ എല്ലാ നിയമത്തും ബദ്ധനായിട്ട് നബി തങ്ങൾ സൈനിട്ട് തല്ലേ. ഇത് കണ്ടിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് കേക്കട് യാ റസൂലല്ലാഹ് നിങ്ങ എന്തൊക്കെ വേണായിട്ട് ആ മജ്ലിസില് അങ്ങ ചൊന്ന കണിക്കമേ എല്ലാ നിയമത്തും നിങ്ങൾ ഒത്തിട്ടു നിങ്ങൾ സൈനിട്ടറല്ല നബിയേ. ഇത് ഞങ്ങൾക്ക് വലിയ സമാധാനം ആയിട്ടില്ല നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ അല്ലാഹു നാസിരി, പടച്ചോനാണ് എനിക്ക് സഹായി, അള്ളാഹു നക്കെല്ലാം തോന്നിപ്പിച്ചു തന്നതുപോലെ നാണ് അവിടെ സൈനിട്ട് വന്നത്. നിങ്ങൾ എന്തും ബേജാറാക്കൊണ്ടില്ല ഞാൻ ചൊന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു. പക്ഷേ നബി തങ്ങളെ മറുപടി ഉമർ റളിയല്ലാഹു അൻഹുവിന് സമാധാനായിട്ടില്ലാണ്ടാകുമ്പോ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുട്ട ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ചൊല്ലു യാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നബി തങ്ങൾ അവിടെ ഹുദൈബിയ സന്ധിയിൽ ആ സന്ധി അങ്ങ് ചൊന്ന കണിക്കമേ തീർമാനത്തിന് നബി തങ്ങൾ സൈനിട്ട് തല്ലേ ഞങ്ങൾക്ക് വലിയൊരു സമാധാനായിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ. ഇത് ചൊന്നിട്ടാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് സുബ്ഹാനല്ലാഹ് ഒരു കണക്ട് നോക്കൊരു നിങ്ങ നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ ആ മാനസികമായ ഒരു ടച്ച് നോക്കൊരു നിങ്ങ നബി തങ്ങൾ യന്ത്ര ഉമർ റളിയല്ലാഹു അൻഹു ഇട്ടുക മറുപടി ചന്ദ്രമാ അതേ മറുപടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുടെ ചൊന്നുപോയിട്ട് നോപ്പട്ടെ. നബി തങ്ങൾ മറുപടി ചൊല്ലുമ്പോ തുക വേദിക്കല് അബൂബക്കർ സിദ്ദീഖ് തങ്ങളില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നബി തങ്ങളുടെ മറുപടി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി.
നാ ചൊന്നോണ്ട് വന്നെന്തേ കൊന്തുണ്ട നിങ്ങൾക്ക് എല്ലാ ആൾമാരും സ്റ്റാൻഡേർഡിൽ യാറ കുരുടിക്കിടാറ് എല്ലാ ആൾമാർക്കും ഒരേപോലത്തെ സ്ഥാനമാണങ്ങളല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ സ്ഥാനമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോക മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ പിന്നൊരു തട്ടിൽ വെച്ചെങ്കിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ദിന്നാവുണ്ട് ചൊന്നിട്ടല്ലേ മഹാന്മാർ നമുക്ക് പഠിപ്പാട്ട് നിങ്ങള് അള്ളാന്റെ ഔലിയാക്കന്മാർ അങ്ക് രണ്ട് സ്വഭാവമാണ് ചൊന്നല്ലെന്നാണ്. അല്ലദീന ആമനൂ വക്കാനൂ യത്തഖൂൻ. അങ്ങ് നല്ല വിശ്വാസമുള്ളതും അങ്ങക്ക് നല്ല തഖ്വ ഉള്ള ആൾമാരായിട്ട് ഇന്നിറങ്ങാം. അതുകൊണ്ടായിട്ട് എനിക്ക് രണ്ട് പവർ കിട്ടിയേ. എന്തിരേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫും ഹുസ്നും ഇത് രണ്ടും അങ്കില്ല. കാരണം രണ്ട് പവർലങ്ങ ഈ ദുനിയാവിൽ ജീവിച്ചതിന്റെ കാരണം കൊണ്ട് അല്ലാഹു മന്നറയിൽ രണ്ട് സ്ഥാനം കൊടുത്തവരെ വിജയിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ ആപ്തമിത്രങ്ങളായി മാറിയത്. അതുകൊണ്ട് ലഹുമുൽ ബുശറാ ഫിദ് ദുനിയാ വൽ ആഖിറ, ലഹുമുൽ ബുശറാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അങ്ക് ദുന്യവിയായ ജീവിതത്തിലും ഉഖ്റവിയായ ജീവിതത്തിലും അവർക്ക് സന്തോഷമാണ്. മാഷാ അല്ലാഹ്. ആൾമാരല്ല തുർക്കലിക്കല് പിന്നെ എങ്ങനെ ചൊന്നിട്ട് കണ്ടെങ്കിൽ തുർക്കലിക്ക് പണ്ട് കേരളത്തെ മലപ്പുറത്തെ ആൾമാരുള്ള വയത് പണ്ട് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊറുടെന്തില്ല. ആ ഗ്രേഡും ആ ബ്രേക്കും അങ്ങനെ പൊട്ടിട്ടില്ല അവർ. ഇന്നലെ ഇപ്പൊ മലപ്പുറത്തെ ഒരു ഇർഷാദ് സഖാഫിന് ചെന്നിട്ട് ഒരാളിന്ത് ഇന്നലെ ഇപ്പൊ പിന്നെ മദനിയ മജ്ലിസിന്ത് ഇതിങ്ങനെ പുകളുമ്പോ തൂമാല കടന്നിട്ടേ അല്ല അള്ളാഹു ബറക്കത്താക്കട്ടെ. അങ്ങനെ കുഞ്ഞാണ്ട് അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ മുത്തന്നൂർ തങ്ങൾ പണ്ട് ധാരാളം ആൾമാരുടെ പിന്നെ പുല്ലാറ സഖാഫി പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾമാർ എല്ലാ കേരളത്തെ ആൾമാർ പണ്ട്. പക്ഷെ അതൊരു ആ റായത്തേക്ക് ഒരു നല്ല ഗ്രേഡാണ്. ഇപ്പൊ ഈ ഭാഗത്തിൽ ഏറ്റവും നല്ല പ്രസംഗത്തിലെ തെലങ്കയുടെ ആൾമാരായിട്ട് ഇക്കട് നല്ല നൗഫൽ സഖാഫി ഉസ്താദ്, അതേ സമയത്ത് പിന്നെ ഈ അത്താവുള്ള ഉസ്താദ് എല്ലാ നാളും ഓൺലൈനിലുണ്ട്. പക്ഷെ അത് ഇവിടെ ഇട്ടേണ്ട് കണ്ട് റായത്തെങ്കല്ലേ വാ പിന്നെ എന്തിനാ എൻ്റെ ആൾമാർ കൂടുവാ കൂടലേന്ന് ചൊല്ലി ഇങ്ങനെ കമ്മിറ്റിയിൽ ഇത് ചർച്ചയാക്കുമ്പോൾ ഒരുപാട് ചർച്ചകളെ വേണം. അപ്പൊ ആ ചർച്ച പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ മുഖ്യ പിന്നെ എന്തിനാ ഇതൊക്കിടുക എന്തിനേക്ക് മുഖ്യ അതിഥിയായിട്ട് ഇടുക. അപ്പൊ ഏതായിട്ടും ഉറൂസ് രണ്ട് ഒരു 12 ഗಂಟೆ ജാവല്ലാവും. അപ്പൊ അതിനിടയ്ക്ക് എന്താ കത്തിൽ സെറ്റാക്കിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ആക്കാൻ ചോദിച്ചിട്ട് നല്ല മനസ്സിലെ അങ്ങനത്തെ ആക്കിയിട്ട് എല്ലാവരും പേരൂടെ ഇട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾമാരും ആലിമിങ്ങും വേദിക്ക് എത്തിയോണ്ടുള്ളായിരുന്നു ചൊന്നിട്ട് വന്നേ. അപ്പൊ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ ദുന്യവിയായ ജീവിതത്തിൽ വളരെ സന്തുഷ്ടരാണവർ, പാരത്രികമായ ലോകത്തും വളരെ സന്തുഷ്ടരാണവർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉറൂസാക്കിയിട്ട് അങ്ങനെ ആശീർവാദം എടുത്തിട്ട് അങ്ങ് അള്ളാഹുടെ പേടിച്ചോണ്ടിരുന്നത് കണ്ടെങ്കിൽ ഞങ്ങൾക്കും അള്ളാഹുടെ പേടി ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു, ഞങ്ങൾക്കും അള്ളാഹുടെ പേടി ഞങ്ങളെ മനസ്സിൽ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് അങ്ങ് വരുമ്പോ അങ്ങ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അങ്ങ് ആൾമാർ വളരെ ഒരു ലൈറ്റായിട്ടായിട്ട് ഇങ്ങനെ നീട്ടായിട്ട് അങ്ങനെ ജീവിച്ചില്ലേ. ഇപ്പൊ നോക്കൂ, ചില ആൾമാർ ചട്ട പറഞ്ഞ് പാൻറ് പറഞ്ഞ് താഴിലിങ്ങനെ പിന്നെ തന്നെയെല്ലാം ഇറ്റോണ്ട് ചില ആൾമാർ പോണ്ടേ കണ്ടു. പക്ഷെ ആ ആൾമാരെ അങ്ങനെ നെഗ്ലക്ട് ആക്കണ സാധ്യല്ലേ. നിങ്ങൾ ആരും ഡോങ്കിയാക്കണ തീറ, ഒരു മനുഷ്യരെ കീഴായിട്ട് കാണ തീറ. അവൻ അങ്ങനെ പാൻറ് പറഞ്ഞു തീരട്ട്, ചട്ട പറഞ്ഞു തീരട്ട്, അവന്റെ താളിൽ തണ്ണി ഇത്തട്ട് എന്ത് വേണമെങ്കിലും ഇത്തട്ട്, അത് പ്രശ്നമല്ല. പിന്നെ അവന്റെ കീഴാക്കിയിട്ട് നിങ്ങൾ കാണോ തീറ, അല്ല അവന്റെ സമ്മതി എണ്ണോടുക പിടിക്കണം എന്തും തീറ. ഒരു പക്ഷേ നിങ്ങളെ കാട്ടി നല്ല അങ്ങായിട്ടിക്കൂ. അതല്ലേ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ദുനിയാവിൽ ഇങ്ങനെ ഹൗലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാറ്. പക്ഷെ ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കോ അങ്ങനെ അവസ്ഥ ചൊന്നിട്ട് സാറില്ലേ, അങ്ങനെ സ്ഥാനമാണെങ്കിൽ ചൊന്നിട്ട് തീർക്കുന്നത് സാധ്യല്ലേ. അങ്ങ് പിന്നെ ഹൈ ലെവലിൽ എത്തിപ്പോയറങ്ങ. സുബ്ഹാനല്ലാഹ്. ആ ഔലിയാക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ആൾമാരായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് 5 വഖ്ത് നിസ്കാരം. പരിശുദ്ധമായ റജബ് 27 ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്ന നോമ്പാണ്. നാളെ മിഅ്റാജിന്റെ രാത്രിയാണ്. നാളെ മിഅ്റാജിലെ ജാവു
പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരേ ജാവുൽ ഇശാ നിസ്കാരത്തിൽ പിന്നെ സുബൈ നിസ്കാരത്തെ എടുക്ക് എല്ലാ ഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പടച്ചോണക്ക് പിരിസവിലെ കണിക്കത്തൊരു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എത്തുപാട്ടി കൊടുക്കണു. മലക്കുകളെ കൂട്ടത്തിൽ അള്ളാഹ് സെലക്ട് ആക്കിയ ഒരു മലക്കാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് പോലും എൻട്രി ഇല്ലാത്ത ഒരു സ്ഥലമാണ് സിദ്റത്തുൽ മുൻതഹ കടന്ന ഇതിനപ്പുറം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിലേക്ക് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആരോഹണം നടത്തുകയാണ്. ആ ആരോഹണം നടത്തിയിട്ട് വരുമ്പോ നല്ലൊരു പ്രസന്റേഷൻ കൊടുത്ത പ്രസന്റേഷൻ അല്ലേ. നാണും നിങ്ങം പള്ളിയിൽ പോയിട്ട് ഇശാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും ളുഹറും അസ്റും സുബ്ഹിയും ഈ പരിശുദ്ധമായ 5 വഖ്ത് നിസ്കാരം അല്ല നബി തങ്ങൾ കൊണ്ടുവന്നത്, മറിച്ച് 50 വഖ്ത് നിസ്കാരമല്ലേ. ഈ 50 വഖ്ത് നിസ്കാരം മൈനസ് ആയിട്ടില്ല, പക്ഷേ റക്അത്തുകളുടെ എണ്ണം മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ പവറുകളും അതിന്റെ കൂലികളും അതിന്റെ സ്ഥാനങ്ങളുമെല്ലാം ഒരു ളുഹർ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ 10 ളുഹർ നിസ്കരിച്ച ഇങ്ങനെ കൂലി 50 വഖ്ത് നിസ്കാരത്തിന്റെ കൂലി 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്നുണ്ടല്ലോ. ഈ 5 വഖ്ത് നിസ്കാരം കൃത്യമായി സമയം പാഴാക്കാതെ ഖളാക്കാതെ ഈ ദുനിയാവിൽ നിസ്കരിച്ചവരല്ലേ. ഫർള് നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കലോടുകൂടി അതിന്റെ മുമ്പും പിന്നിലുള്ള സർവ്വ സുന്നത്ത് നിസ്കാരങ്ങളും അല്ലാഹുവിലേക്ക് അങ്ങ് സമർപ്പിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ടെൻഷനുകൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, നബി തങ്ങൾ നിസ്കാരത്തിലേക്കല്ലേ ചെല്ലാറ്. നബി തങ്ങൾ നിസ്കരിക്കണല്ലേ പോയോട്ടിന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും ബേജാറെന്തെങ്കിലും ഉണ്ടത്തെ നിസ്കാരമേ ശരിയാവില്ലല്ലേ. നബിതങ്ങൾ നേരെ നിസ്കാരത്തിന് പോയോണ്ടിന്നല്ലേ. അങ്ങക്ക് എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് സമാധാന കിട്ട കണിക്കത്തൊരു വേദിക്കുന്നെങ്കിൽ അത് 5 വഖ്ത് നിസ്കാരായിട്ടുണ്ട്. അതിന് മുന്നലും പിറകുള്ള സുന്നത്ത് നിസ്കാരങ്ങളല്ലേ. ഈ ഉറൂസിന് മജ്ലിസിക്ക് വന്നിട്ട് ഞങ്ങളെല്ലാരും പോയാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ പ്രതി ഒരാൾമാരും അവിടെ പോയിട്ട് സിയാറത്താക്കുമ്പോ അങ്ങനെ തവസ്സുലാക്കിട്ട് കേൾക്കണുകായ ഒരു പലക്കൊണ്ടു അല്ലാ അല്ലാ. ഇത്ര നല്ല സൗന്ദര്യമായ നിലക്ക് നല്ല അന്തസ്സോടെ എല്ലാ കളറുകളും എല്ലാ വ്യവസ്ഥകളും എല്ലാ അന്തസ്സുകളും സൗകര്യങ്ങളും കളറുകളും എല്ലാം ഇട്ടുകൊണ്ട് ഈ ഔലിയാക്കന്മാരെ ഉറൂസ് ആചരണയുടെ നടത്തിയോട്ടിക്കുമ്പോ ഈ മക്ബറയിൽ മൺമറഞ്ഞു കിടന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നക്ക് കുറുസുള് തെച്ചിട്ടാ അല്ലെങ്കിൽ അല്ലെങ്കിൽ കിടന്നിട്ടാ നിസ്കരിക്കണുള്ള കണിക്കത്തൊരു അവസ്ഥ നിന്റെ ആയുസ് കാലത്ത് നീ നിനക്ക് തറല്ല അല്ലാ. നക്ക് നീന് ആഫിയത്ത് താ അല്ലാ. സുബൈ നിസ്കാരത്തെ ഖുനൂത്തിലും 2 സുജൂദിലെ ഇടലുള്ള ദിക്റിലും ആഫിയത്ത് വേണായിട്ട് പടച്ചോണ്ടിട്ട കേൾക്കുമ്പോ ഞങ്ങൾ എല്ലാ ജാഗലും ആഫിയത്ത് വേണായിട്ട് കേൾക്കുന്ന ആഫിയത്ത് ഒന്നുകേ മരിക്കടത്തോളം തെച്ച് നിസ്കരിക്കുക തീറാ. നിസ്കാര എത്താറ ശരിയായിട്ട് ചൊന്നിട്ട് ഞങ്ങൾക്ക് കൊന്നില്ല. ഇത്തര നിസ്കാര ഞങ്ങളത് ശരിയും ചൊന്നിട്ട് ചൊല്ലണത് ധൈര്യം ഞങ്ങൾക്കില്ല. ആയെങ്കിലും നിസ്കാര പോലെ ആയിട്ട് അതിൽ എന്ത്ര വേണ പോണാല് ഫർളുകൾ അതിലുണ്ടല്ലേ, അതിലൊരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലേ. അതെല്ലാം ഇട്ടിട്ട് ഷൂട്ടാക്കിട്ട് ഫിറ്റാക്കിട്ട് 5 വഖ്ത് ഒരാള് നിസ്കരിച്ചിട്ട് കണ്ടെങ്കിൽ അവന്റെ മനസ്സുകുറു തസല്ലിയല്ലേ. നന്റെ നിസ്കാരം നന്റെ മനസ്സിൽ ശരിയായി പോയി അൽഹംദുലില്ലാഹ്.
കബൂലില്ല. പടച്ചോണ് കബൂലാക്കിനാ ഇല്ലേന്ന് ചൊല്ലിന്റെ വേറെ വിഷയ. ഞങ്ങളെ മനസ്സ് റാഹത്ത് വേണു പടച്ചോണു കബൂലാക്കൊണ്ട് ചൊല്ലിന്റെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ഞങ്ങളെ മനസ്സ് ഉണ്ടുകൊണ്ട് കണ്ടെങ്കില് അല്ലാ നാളെ മരിക്കുമ്പോ ഞങ്ങൾക്കും ചെറിയൊരു സമാധാനത്തിൽ മരിക്കൂ ഞങ്ങൾക്ക് സാധ്യാവല്ലേ. അതൊക്കെ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പാലക്കാരിട്ട് നാ ചൊന്നോട്ടില്ല, ഞങ്ങൾ എല്ലാ കോളേജിൽ പോകണ്ടെങ്ക അല്ലെങ്കിൽ ബാരോഡിൽ പോകണ്ട നിസ്കാരത്തെ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഒരു വേള ആ ടൈമിൽ ഞങ്ങൾക്ക് പറഞ്ഞു ആയില്ലാണ്ട് കണ്ടെങ്കിലും ഞങ്ങൾ ചിലപ്പോൾ ബണ്ട് റോഡിൽ ഞങ്ങൾ നിസ്കരിക്കുന്ന അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അപ്പം നിസ്കരിച്ചിട. അത് അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് നിസ്കാരം എന്നുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി 5 വഖത്ത് നല്ല നിന്നിട്ട് നല്ല കൈക്കാൽ മുട്ടുള്ള ഭഗവാട്ടിട്ട് നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ട് ഈ തിങ്കളിലെ നല്ല നിലക്ക് ബഹുമാനിച്ചിട്ട് ബണ്ട തിങ്കളിലെ ബഹുമാനിച്ചിട്ട് പരിശുദ്ധമായ റമളാൻ തുറന്നെ പോലെമേ നല്ല നിലക്ക് ഞങ്ങളെ കൈക്ക് എത്തുപാട്ടിട്ട് അതിൽ വേണ്ട കണിക്കത്ത് എന്തെല്ലാം ഞങ്ങൾക്ക് ആക്കണത് സാധ്യമാവും അതെല്ലാം വേണ്ട പോലെ ആക്കിയിട്ട് ഒരു മുത്തക്കിയായിട്ട് നല്ലൊരു സ്വാലിഹായിട്ട് ജീവിക്കണു. അള്ളാഹു നിങ്ങൾക്കും ഒരുമിച്ച് കൂടി എല്ലാ ആൾമാർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകത്ത്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടുകൊണ്ട് ചെന്നിട്ട് മാത്രം സാന്ദർഭികമായിട്ട് നാം ഓർമ്മപ്പെടുത്തിയിട്ട് പലക്കവരുടെ അവസരം തന്നെ ഇവിടുത്തെ ദർഗാ മീറ്റിംഗ് ആടളിച്ച സമയത്തേക്കും നാണ് അഭിനന്ദനാക്കിയോണ്ടു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മൂർഗോളി റേഞ്ചിന്റെ ബഗലും ദക്ഷിണ കന്നഡ ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ബഗലും നാൻ എല്ലാ നിലക്കുള്ള അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഈ വേദിക്ക് അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.